ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ വളരെ സിമ്പിളെന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ എന്താ പറയുക, നമ്മുടെ മാഗി കൊണ്ട് നമുക്കൊരു വെറൈറ്റി ആയിട്ടൊരു ബേൽ മസാല തയ്യാറാക്കാം. അതായത് ബേൽപൂരി മസാല പോലെ ബേൽ മസാല, മാഗി മസാല തയ്യാറാക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് തന്നെയാണ്. അപ്പോൾ ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുക്കുക. വെറും 1/2 ടേബിൾ സ്പൂൺ മാത്രം ഒഴിച്ചാൽ മതി. കാരണം ഞാൻ ഒരു പാക്കറ്റിൻ്റെ ഒരു സ്മോൾ സൈസ് പാക്കറ്റിൻ്റെ ഇപ്പിയുടെ ഇതാണ് എടുക്കുന്നത്, നൂഡിൽസ് സ്റ്റിക്കാണ് എടുക്കുന്നത്. ഇപ്പിയുടെ ആയാലും മാഗിയുടെ ആയാലും എന്തായാലും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാനിപ്പം മാഗി കിട്ടാത്തതുകൊണ്ട് ഇപ്പിയുടെ എടുത്തത്. അപ്പോൾ മാഗി ആയാലും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞത് മാഗി എന്നാണല്ലോ. അപ്പോൾ അത് ഇതിൻ്റെ അകത്തേക്ക് പൊടിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് എന്താ പറയുക, നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. ആ ബ്രൗണിഷ് കളർ വരണമെങ്കിൽ നമുക്ക് കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് ആ ബ്രൗണിഷ് കളർ വരുന്നത് വരെ നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ നൂഡിൽസ് സ്റ്റിക്ക് മാഗിയുടെ ആയാലും ഇപ്പിയുടെ ആയാലും വലിയ വ്യത്യാസമൊന്നുമില്ല. എനിക്കൊന്ന് ഇപ്പിയുടേനേക്കാളും കുറച്ചും കൂടി സ്റ്റിക്കിന് കുറച്ച് എന്താ പറയുക, കനം കൂടുതലും മാഗിയുടെയാണെന്ന് തോന്നും. അപ്പോൾ ഞാൻ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഡാർക്ക് കളറായി തോന്നുന്നുണ്ടെങ്കിൽ അത്യാവശ്യം കഴിക്കേണ്ട ബ്രൗൺ കളർ തന്നെയാണ്. അത് പ്ലേറ്റിലിട്ടപ്പോൾ നമുക്കങ്ങനെ തോന്നുന്നതാണ്. അപ്പോൾ ഇനി ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇടുന്നത് എന്താ വെച്ചാൽ ഒരു തക്കാളിയുടെ എന്താ പറയുക പകുതി ഭാഗം ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ക്വാണ്ടിറ്റിയിലേ ഉള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഒരു ചെറിയ, അതായത് ഒരു ഉള്ളിയുടെ പകുതി ഭാഗം ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താ ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാഗി സ്റ്റിക്കിൽ ഉപ്പുള്ളത് കൊണ്ട് അത്ര മാത്രം മതി. പിന്നെ ഒരു 1/2 ടീസ്പൂണാണ് വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി വിനാഗിരി ഇല്ലാന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങ നീരായാലും അതൊരു 1/2 ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തത് കുറച്ച് മാത്രം നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു നുള്ള് നമ്മുടെ കയ്യിലെടുത്തിട്ട് ഒരു നുള്ള് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവ് കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ മുളക് പൊടി കൂട്ടുക. ഇനി നന്നായിട്ട് കൈവച്ച് നന്നായിട്ട് ഞെരണ്ടി എടുക്കുക. എങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ആ എല്ലാത്തിലും പിടിക്കും. മാഗീൻ്റെ ആ ഒരു സ്റ്റിക്കിലേക്ക് നമ്മുടെ ഈ എന്താ പറയുക തക്കാളിയുടെയും മസാലയുടെ ടേസ്റ്റ് പിടിക്കണം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. അപ്പോൾ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിനി നേരെ ഒന്നുമില്ല പരിപാടി, നേരെ സെർവിങ് ബൗളിലേക്ക് മാറ്റുക. എന്താ പറയുക, കഴിക്കുക. അത്രയേ ഉള്ളൂ. ഒരാൾക്ക് നന്നായിട്ട് കഴിക്കേണ്ട മസാല ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മസാലയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. അപ്പോൾ ഈ റെസിപ്പി തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് മാഗി ഇപ്പി ഇഷ്ടമല്ലാത്തവർക്ക് വരെ, നൂഡിൽസ് ഇഷ്ടമല്ലാത്തവർക്ക് വരെ ഇഷ്ടപ്പെടുന്ന ഒരു മസാലയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം കേട്ടോ. ഓക്കെ, ടാറ്റ.